ഹായ് സ്റ്റുഡൻസ്, ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസും ഒരു ഡെറിവേഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ സീരീസ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ വർക്ക്ഡ് ഔട്ട് സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു സീരീസ് എക്സാമിനേഷന് ചോദിച്ചത്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ലോഡിങ്ങിൽ ഈ ക്വസ്റ്റ്യൻസ്, അതായത് പിയുടെ വാല്യൂ, ഓരോ പാർട്ടിലെയും ലോഡ് എന്താണ്, അതുപോലെ സ്ട്രെസ്സസ് എന്താണ്, ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത്, ഇത്രയും കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ തന്നിരിക്കുന്ന ഈ യങ്സ് മോഡുലസ് 200 GP ആയിട്ടും പോയിസോൺസ് റേഷ്യോ 0.3 ആയിട്ടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയമീറ്റർ 50 mm ആയിട്ട് എടുത്തു. എക്സാമിന് 20 mm ആയിരുന്നു തന്നിരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം നമ്മൾ 50 mm ഇട്ടാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നോക്കിയാൽ ഇവിടെ എല്ലായിടത്തും ഡയമീറ്ററൊക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ആദ്യം ഒരു ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ തന്നിട്ടില്ല, പി എന്നേ തന്നിട്ടുള്ളൂ. ആ ഫോഴ്സിൽ നിന്ന് തുടങ്ങി നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഈ ഒരു പോയിന്റിൽ മറ്റൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ വെച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും സഞ്ചരിച്ച് പോകുമ്പോൾ ഇവിടെ വെച്ച് മറ്റൊരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത് പാർട്ട് 2 ആയിട്ട് എടുക്കാം. വീണ്ടും ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ പോയിന്റിൽ നാലാമതൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം പാർട്ട് 3. അങ്ങനെ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്സിലെല്ലാം ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ ബാർസ് ഇൻ സീരീസ് ആയിട്ട് നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയാണ്. ഓരോ പാർട്ടിൻ്റെയും ലെങ്ത് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. 125 mm, 150 mm, 100 mm അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വച്ചിട്ട് നമുക്ക് ആദ്യമായി പ്രോബ്ലം എങ്ങനെ തുടങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ പാർട്ട് 1 ആദ്യം നമ്മൾ എടുക്കുന്നു. പാർട്ട് 1 എടുക്കുന്നു. പാർട്ട് 1ൻ്റെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ, അത് പി ആണ്. ആ പി നമ്മൾ എഴുതി. പക്ഷേ പിയുടെ വാല്യൂ നമുക്കറിയില്ല. പിയുടെ വാല്യൂ നമുക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പി തൽക്കാലത്തേക്ക് അങ്ങനെ ഇടാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്. അപ്പം പാർട്ട് 1ൻ്റെ വലതുവശത്ത് ഏറ്റവും ആദ്യം 30 kN ഫോഴ്സ്, അത് പാർട്ട് 1ൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പാർട്ട് 1ൽ നിന്ന് പുറത്തേക്ക് പോകുന്നു 30 kN എഴുതി. ഇനി ഇവിടെ 80 kN, അത് പാർട്ട് 1ലേക്ക് വരികയാണ്. അപ്പം 80 kN അകത്തേക്ക് എഴുതി. ഇനി 30 kN, ഇവിടെ ഉള്ള 30 kN അതും പുറത്തേക്കാണ്, അതും അവിടെ എഴുതി. അപ്പം വലതുവശത്ത് ഈ 3 ഫോഴ്സസ് ആണുള്ളത്. പുറത്തേക്ക് വരുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം +30, അകത്തേക്ക് പോകുന്നത് 80 മൈനസ് ആയിട്ട് എടുത്തു. വീണ്ടും ഈ 30 പുറത്തേക്കാണ്, അത് പോസിറ്റീവായിട്ട് എടുത്തു. പുറത്തേക്ക് പോകുന്നതെല്ലാം ടെൻസൈലാണ്, അകത്തേക്ക് വരുന്നതെല്ലാം കംപ്രസീവാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ +30 -80 +30, അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് -20 എന്ന് കിട്ടും. അതായത് ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഈ 3 ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന ഒരു 20 kN. മൈനസ് എന്ന് സൂചിപ്പിക്കുന്നത് അകത്തേക്ക് പോകുന്നതെന്നാണ് മൈനസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ -20 kN ഇവിടെ ഉണ്ടാവേണ്ടത്. -20 അകത്തേക്കാണെങ്കിൽ മൈനസ് എന്ന്, ഇവിടെ നമ്മൾ അകത്തേക്ക് എന്നുള്ള ഇത് വരയ്ക്കുന്നു, അകത്തോട്ട് വരയ്ക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ മൈനസ് എന്ന് ഇടേണ്ട കാര്യമില്ല, 20 kN എന്ന് എഴുതാൻ മതി. ഒന്നുകിൽ അകത്തേക്ക് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്തിട്ട് വെറും 20 എന്നിടുക, അതല്ലെങ്കിൽ പുറത്തേക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ട് -20 എന്നിടുക. മൈനസ് എന്നിട്ടാൽ നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പം റൈറ്റ് സൈഡിൽ എന്താകുന്നോ അത് തന്നെയായിരിക്കണം ലെഫ്റ്റ് സൈഡിൽ. ഇക്വിലിബ്രിയം σFX ഷുഡ് ബി ഈക്വൽ ടു 0. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സസ് തന്നെയായിരിക്കണം ലെഫ്റ്റ് സൈഡിലും ഉണ്ടാകേണ്ടത്. അപ്പം ഇവിടെ 20, ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് 20 kN അകത്തേക്കാണെങ്കിൽ ഇവിടെയും 20 kN തന്നെയാണ് വരേണ്ടത്. പിയും 20 kN തന്നെ വരണം. ഇടതുവശത്തും വലതുവശത്തും എപ്പോഴും ഒന്നായിരിക്കണം ഫോഴ്സ്. നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയാൽ മതിയാകും. പക്ഷെ ഇവിടെ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡിൽ പി എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ 2 സൈഡ് നോക്കണം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി 20 kN കംപ്രസീവ് ആണ്.
പാർട്ട് 1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിയുടെ വാല്യൂവും അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ പി നമുക്ക് ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത് പുറത്തേക്ക് എന്നുള്ള സിമ്പലിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പി നമ്മൾ -20 കിലോ ന്യൂട്ടൺ ആയിട്ട് എടുക്കുന്നു. പി എന്ന് പറഞ്ഞാൽ -20 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ അതാണ്. പി എന്ന് പറയുമ്പോൾ -20 കിലോ ന്യൂട്ടൺ എന്ന് വരേണ്ടതാണ്. ഞാൻ ഒന്നുകൂടി ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇവിടെ -20 എന്ന് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പി തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കണം, അകത്തേക്ക് വരയ്ക്കണം എന്നാണെങ്കിൽ അവിടെ 20 എന്ന് മാത്രം ഇട്ടാൽ മതി. നമ്മൾ എന്ത് വരയ്ക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം മൈനസ് വരുമ്പോൾ. നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈനസ് ഇടുന്നത്. ഇവിടെ നമ്മൾ പുറത്തേക്കാണ് വരയ്ക്കുന്നത്, പക്ഷേ ഇവിടെ അകത്തേക്ക് വന്നതുകൊണ്ട് ഇവിടെയും അകത്തേക്ക് തന്നെ വരണം. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വരേണ്ടതാണ്. അതുകൊണ്ട് പി -20 ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പം വാല്യൂ ഓഫ് പി ഈക്വൽ ടു -20 കിലോ ന്യൂട്ടൺ. ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെയാണ്, പുറത്തേക്കാണ് പി തന്നിരിക്കുന്നത്. അതുകൊണ്ട് വാല്യൂ ഓഫ് പി എഴുതുമ്പോൾ -20 കിലോ ന്യൂട്ടൺ ആണെന്ന് എഴുതുന്നു. അതുപോലെ ലോഡ് ഓൺ പാർട്ട് 1-ലെ ലോഡ് എത്രയാണ്? 20 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. 20 കിലോ ന്യൂട്ടൺ കംപ്രസീവ് എന്നാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ -20 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കംപ്രസീവിന് എപ്പോഴും നമ്മൾ മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്, കാരണം ലെങ്ത് കുറയുകയാണ്. ഇനി പാർട്ട് 2 അതുപോലെ എടുക്കുമ്പോൾ, പാർട്ട് 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 എടുക്കുമ്പോൾ അതിൻ്റെ ഇടത് സൈഡിൽ ഇവിടെ ഇത് -20 ആണെന്നറിയാം, ഇത് -20 ആണെന്നറിയാം. അതുപോലെ ഇത് 30 കിലോ ന്യൂട്ടൺ അകത്തേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും മൈനസ് തന്നെയാണ്. അപ്പം -20യും -30യും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -50 വരണം. -50 വരണം. ഇടതുവശത്ത് -50 വരും. വലതുവശം നോക്കുകയാണെങ്കിൽ 80 കിലോ ന്യൂട്ടൺ അകത്തേക്ക്, അപ്പോൾ -80 വരും. -80 ആണ് അത് വരുന്നത്. 30 കിലോ ന്യൂട്ടൺ പുറത്തേക്ക് +30. അപ്പോൾ -80 +30 -50. രണ്ട് സൈഡ് നോക്കിയാലും -50 തന്നെ വരേണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെ -20 ഇത് പുറത്തേക്ക് നമ്മൾ വരച്ചിട്ട് -20 എന്ന് എഴുതുന്നു. ഇത് അകത്തേക്ക് വരച്ചിട്ട് +30 എന്ന് തന്നെ എഴുതുന്നു. പക്ഷെ നമ്മളത് കണക്കിലെടുക്കുമ്പോൾ, അത് മാത്തമാറ്റിക്കലി എടുക്കുമ്പോൾ രണ്ടും മൈനസ് എന്ന് തന്നെ എടുക്കണം. -20 -30. ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇവിടെ -20 -30 -50 ആയിട്ട് വരുന്നു. ഇവിടെ അതുപോലെ -80 +30 -50. അപ്പോൾ ലോഡ് ഓൺ പാർട്ട് 2 ഈസ് അഗെയിൻ -50 എന്ന് പറഞ്ഞാൽ അത് കംപ്രസീവ് ആണ്. അപ്പോൾ 50 കിലോ ന്യൂട്ടൺ കംപ്രസീവ് എന്ന് എടുക്കുന്നു. സിമിലർലി പാർട്ട് 3 എന്ന് പറയുമ്പോൾ ലോഡ് ഓൺ പാർട്ട് 3 ഈസ് 30 കിലോ ന്യൂട്ടൺ. അത് പാർട്ട് 3 എടുക്കുമ്പോൾ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ, 30 കിലോ ന്യൂട്ടൺ ഉള്ളൂ. അപ്പം നമുക്ക് അത് തന്നെ മതി, ധാരാളം. നമ്മൾ ഇടതുവശത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. 30 കിലോ ന്യൂട്ടൺ വലതുവശത്ത് 30 കിലോ, ഇടതുവശത്ത് 30 തന്നെ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. 30 കിലോ ന്യൂട്ടൺ വലതുവശത്തുണ്ട്, അത് പുറത്തേക്കാണ്. അപ്പം ടെൻസൈലായിട്ട് തന്നെ വരണം. അപ്പോൾ നമുക്ക് പറയാം പാർട്ട് 3-ലെ ലോഡ് എന്ന് പറഞ്ഞാൽ 30 കിലോ ന്യൂട്ടൺ ടെൻസൈലാണെന്ന് പറയാം. കാരണം വലതുവശത്ത് ഒരൊറ്റ ലോഡേ ഉള്ളൂ, അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്തുള്ള ലോഡ്. 30 കിലോ ന്യൂട്ടൺ ടെൻസൈൽ. ലോഡ് ഓൺ പാർട്ട് 3 ഈസ് 30 കിലോ ന്യൂട്ടൺ ടെൻസൈൽ. അപ്പം 3 പാർട്ടിലെയും ലോഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സ്ട്രെസ്സസ് ഡെവലപ്ഡ്, ഓരോരുത്തരും സ്ട്രെസ്സസ് എത്രയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല, സ്ട്രെസ്സസ് ഡെവലപ്പ് എന്ന് വെച്ചാൽ ലോഡ് ബൈ ഏരിയ ആണ്. ഇവിടെ ഏരിയ എല്ലായിടത്തും സെയിം ആണ്. ലോഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം പാർട്ട് 1 എന്ന് എടുക്കുമ്പോൾ സിഗ്മ ഈക്വൽ ടു P/A, ലോഡ് ബൈ ഏരിയ. അപ്പം -20 അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലായിടത്തും നമ്മൾ പ്രോബ്ലംസിലെല്ലാം ന്യൂട്ടനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ന്യൂട്ടനിലും മില്ലിമീറ്റേഴ്സിലുമായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ന്യൂട്ടനിലും മില്ലിമീറ്റേഴ്സിലുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യാൻ പോകുന്നു. -20 കിലോ ന്യൂട്ടൺ. ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ πd²/4, ഡി ഡയമീറ്റർ 50 ആയിട്ട് എടുക്കുന്നു. πd²/4 ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ πr² എന്ന് എടുക്കാം. അപ്പോൾ ആ റേഡിയസ് എന്ന് പറയുമ്പോൾ 25 ആയിട്ട് എടുക്കണം. π × 25² എന്ന് എടുക്കാനും പോസിബിൾ ആണ്. ഞാനിവിടെ തൽക്കാലത്തേക്ക് πd²/4 എന്നാണ് എടുക്കുന്നത്. കിലോ ന്യൂട്ടന് താഴത്തുള്ളത് 50 മില്ലിമീറ്റർ ആണ്. അപ്പോൾ മില്ലിമീറ്റർ² തന്നെയാണ് ഏരിയ കിടക്കുന്നത്. മുകളിലുള്ളത് കിലോ ന്യൂട്ടനിലാണ് ഫോഴ്സ് കിടക്കുന്നത്. അതിനെ ഞാൻ ന്യൂട്ടന് 20 × 10 കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 20 × 10⁻³ ന്യൂട്ടൺ ആക്കി എടുക്കുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് -10.19
മെഗാപാസ്കൽ. മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20 കിലോമീറ്റർ നെഗറ്റീവ് കംപ്രസീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് -10.19 മെഗാപാസ്കൽ എന്നല്ലെങ്കിൽ സിഗ്മ ഈക്വൽ ടു 10.19 മെഗാപാസ്കൽ കംപ്രസീവ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. സിമിലർലി പാർട്ട് 2 അവിടെ മൈനസ് ഉണ്ട്, -50. അതേ പ്രൊസീജിയറാണ്, -50 കിലോ ന്യൂട്ടൺ. ഇത് ഇൻറ്റു 10⁻³ ആയിട്ട് നമുക്ക് എടുക്കാം. ഇൻറ്റു 10⁻³ ആയിട്ട് ന്യൂട്ടണിലേക്ക് അങ്ങനെ വിടും. ഇൻറ്റു 10⁻³ ഉണ്ട് അവിടെ, ഇൻറ്റു 10⁻³ ഉണ്ട്. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ അതേ പ്രൊസീജിയർ -25.46 എന്ന് വരും. അതുപോലെ അവസാനത്തത് പോസിറ്റീവ് തന്നെയാണ്, മൈനസ് ഇല്ല. 30 ഇൻറ്റു 10⁻³ π ഇൻറ്റു 50²/4. അപ്പോൾ 15.28 മെഗാപാസ്കൽ. അത് ടെൻസൈലാണ്. ഇത് രണ്ടും കംപ്രസീവാണ്. ഇവിടെയും കംപ്രസീവാണ്. ഓക്കെ, ഞാനത് എഴുതിയിട്ടില്ല. ഇവിടെയും കംപ്രസീവാണ്. മൈനസ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ കംപ്രസീവ് എന്ന് ഇടണ്ട. മൈനസ് എന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കംപ്രസീവ് എന്ന് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 25.46 മെഗാപാസ്കൽ കംപ്രസീവ്. ഇനി ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് നോക്കുമ്പോൾ ഡെൽറ്റ എൽ ടോട്ടൽ ഈക്വൽ, ഇവിടെ 3 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3. P1 L1 ബൈ A1 E1 പ്ലസ് P2 L2. അത് അങ്ങനെ ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ മൈനസ് മിസ് ചെയ്യാൻ പാടില്ല. P1 -20 ആണ്, -50 ആണ്, ഇത് +30 ആണ്. കിലോ ന്യൂട്ടനുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ 10⁻³ 3 സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. അതുപോലെ L1 L2 L3 125 150 100 അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ യങ്സ് മോഡുലസ് തന്നേക്കുന്നത് 200 GPa ആയിട്ടാണ് തന്നേക്കുന്നത്. GPa അല്ല, നമ്മൾ ന്യൂട്ടനിലും മില്ലിമീറ്ററിലുമാണ് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ന്യൂട്ടനിലും മില്ലിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് MPa ആണ്, മെഗാപാസ്കലാണ്. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു MPa. അപ്പോൾ ഈ GPa ഗിഗാ പാസ്കലിനെ നമ്മൾ മെഗാപാസ്കലാക്കി മാറ്റേണ്ടതുണ്ട്. മെഗാപാസ്കലായി മാറ്റേണ്ടതുണ്ട്. അപ്പം GPa എന്ന് പറഞ്ഞാൽ 10⁻³ മെഗാപാസ്കലാണ്. മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പം നമുക്ക് 200 GPa എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 200 ഇൻറ്റു 10⁻³ മെഗാപാസ്കലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം എല്ലാം നമ്മൾ ന്യൂട്ടനിലും മില്ലിമീറ്റർ സ്ക്വയറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലായിടത്തും 10⁻³ ഒക്കെ ഉണ്ട്. ഡിനോമിനേറ്റർ എല്ലായിടത്തും സെയിം ആണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ π ഇൻറ്റു 50² ഇൻറ്റു 200 10⁻³ എല്ലായിടത്തും ക്യാൻസലായി പോകും. എല്ലാ ഇതിലും ക്യാൻസലായി പോകും. π ഇൻറ്റു 50² ഇൻറ്റു 200 താഴെയുള്ള ഇതിൻ്റെ താഴെയുള്ള 4 എടുത്ത് /4 എന്നുള്ളത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി ന്യൂമിനേറ്ററിലെടുത്ത് ഇടുന്നു. ഇതാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിട്ടു. അകത്തെന്ന് വെച്ചാൽ -20 ഇൻറ്റു 125 -50 ഇൻറ്റു 150 +30 ഇൻറ്റു 100 +30 ഇൻറ്റു 100. കുറച്ച് വ്യക്തത കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ -0.0178 എന്ന് വരും. അതായത് ഇതിൻ്റെ ലെങ്ത്ത് കുറയുകയാണ്. എത്രയാണ് കുറയുന്നത്? 0.0178 മില്ലിമീറ്റേഴ്സ് കുറയുകയാണ്. ഇനി നമ്മൾ എക്സാമിന് എനിക്ക് തോന്നുന്നു 20 മില്ലിമീറ്ററാണ് ഡയമീറ്റർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ -0.111111 മില്ലിമീറ്റേഴ്സ്. അതാണ് ആൻസർ വരേണ്ടിയിരുന്നത്. ഏതാണ്ട് ഇതാണ് ആൻസർ വരേണ്ടിയിരുന്നത്. പക്ഷേ പ്രൊസീജിയർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരുവിധം കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ മാർക്ക് തന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഡയമീറ്റർ അല്ലെങ്കിൽ ഏരിയ സെയിം ആയിരുന്നു. ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടി മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുന്നു. ഡെൽറ്റ L ഈക്വൽ ടു PL/AE. PL/AE. ഇതിൽ PO AO EO ഈ 3 ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും വെച്ച് ചേഞ്ച് ചെയ്താൽ ആ പോയിന്റിൽ
നമ്മൾ ഒരു ബാറിൽ നിന്ന് മറ്റൊരു ബാറിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണണം. ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച ക്വസ്റ്റ്യൻസിലെല്ലാം പി മാത്രമേ മാറുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പിയും മാറുന്നുണ്ടെന്ന് കാണാം, അതുപോലെ തന്നെ എയും മാറുന്നുണ്ടെന്ന് കാണാം. മെറ്റീരിയൽ പകുതിക്ക് വെച്ച് മാറുമ്പോഴാണ് ഈ മാറുന്ന മെറ്റീരിയൽ പകുതിക്ക് വെച്ച്, ഇപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ സ്റ്റീലായിരുന്നത് പെട്ടെന്ന് വുഡായിട്ട് മാറുക, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ മാറുന്നത്. അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഏരിയ മാറുന്നതും ലോഡ് മാറുന്നതും സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്നു. ഒരു 30 kN ഫോഴ്സ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ വെച്ച് ഏരിയ മാറുകയാണ്. അപ്പം പാർട്ട് 1 ഇവിടെ അവസാനിച്ചിട്ട് പാർട്ട് 2 ഇവിടെ തുടങ്ങുകയാണ്. ഇനി പാർട്ട് 2 ഇവിടെ നിന്ന് അവസാനിച്ച് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ മറ്റൊരു പോയിന്റിലെത്തും. അവിടെ ഒരു ഫോഴ്സ് പി ഉണ്ട്. പി വരുന്ന ആ പോയിന്റിൽ തന്നെ ഏരിയ വീണ്ടും മാറുന്നു, ഡയമീറ്റർ വീണ്ടും മാറുന്നുണ്ട്. അപ്പം 2 ഇവിടെ അവസാനിച്ചിട്ട് 3 ഇവിടെ തുടങ്ങുന്നു. 3 ഇവിടെ തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വലതുവശത്തേക്ക് പോകുമ്പോൾ ഒരു 50 kN ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ 3 പാർട്ടുള്ള ഒരു ബാർ ഇൻ സീരീസ് നമുക്ക് കിട്ടി. വീണ്ടും ഇവിടെ നമ്മൾ E = 200 GPa, അത് സ്റ്റീലിൻ്റെ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റിക്കറിംഗ് ആയിട്ട് 200 GPa തന്നെ എടുക്കുന്നത്. സ്റ്റീലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ. മറ്റ് മെറ്റീരിയൽസും വരാം. ഇപ്പം 210 എന്നോ 180 എന്നോ 70 GPa അലുമിനിയത്തിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ വരാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് 200 GPa വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അതുപോലെ പോയിസൺസ് റേഷ്യോ 0.3 തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യം വരുന്നില്ല. അപ്പോൾ 3 പാർട്ടുണ്ട്. ഇവിടെ വീണ്ടും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ആദ്യത്തെ പാർട്ട് എടുക്കുന്നു. ലോഡ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ പാർട്ട് എടുക്കുമ്പോൾ, ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നോക്കുക. ഇടതുവശത്ത് നോക്കുമ്പോൾ അവിടെ 30 kN പുറത്തേക്ക് പോകുന്നു, ടെൻഷൻ. അപ്പോൾ അത് മാത്രം മതി. അപ്പം വലതുവശത്തേക്ക് നോക്കിയാലും അത് തന്നെ ആവണം. അപ്പം 30 kN ടെൻഷനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ലോഡ് ഓൺ പാർട്ട് 1 ഈസ് 30 kN ടെൻഷൻ. അത് തന്നെ ആയിരിക്കണം വലതുവശത്ത് നോക്കുമ്പോഴും വരേണ്ടത്. പക്ഷെ വലതുവശത്ത് നമുക്ക് അറിയാത്ത പി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വാല്യൂയിൽ നിന്ന് 30 kN നമുക്ക് ഇടതുവശത്ത് നമുക്ക് മനസ്സിലായി 30 kN ടെൻഷനാണ് വരേണ്ടത് എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വലതുവശത്ത് ഇത് +50 ആണ് വരേണ്ടത്, +50 വരണം. ഇത് മൈനസ് പിയും വരണം. അപ്പം +50 - P എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു +30. റൈറ്റും ലെഫ്റ്റും ഈക്വൽ ആവണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം +50 - P ഷുഡ് ബി ഈക്വൽ ടു +30. അങ്ങനെ വരുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് 20 kN ആയിട്ട് കിട്ടുന്നത് കാണാം. അപ്പം പിയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി. അതുപോലെ തന്നെ ലോഡ് ഓൺ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ 30 kN ആയിട്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 30 kN ടെൻസൈലാണ്. അതുപോലെ പാർട്ട് 2 വീണ്ടും ഇടതുവശത്ത് നോക്കുമ്പോൾ 30 kN ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ. വലതുവശത്ത് നോക്കുമ്പോൾ 50 - P സെയിം തന്നെയാണ്. പാർട്ട് 1 ഡിസ്കസ് ചെയ്ത അതേ കേസാണ്. കാരണം അതിനിടയ്ക്ക് വേറെ ഫോഴ്സ് ഒന്നുമില്ല. പാർട്ട് 1 പാർട്ട് 2 ഇടയ്ക്ക് വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും 30 kN ടെൻസൈൽ തന്നെ വരണം. ഇനി പാർട്ട് 3 നോക്കുമ്പോൾ പാർട്ട് 3യുടെ ഇടതുവശത്ത് 2 ഫോഴ്സ് ഉണ്ട്. 30 kN ഉണ്ട്, ഇവിടെ പി ഉണ്ട്, അതിൻ്റെ പേര് നമുക്കറിയാം. പക്ഷെ വലതുവശത്ത് നോക്കുമ്പോൾ 50 kN ടെൻസൈൽ പുറത്തേക്കുള്ള 50 kN മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പാർട്ട് 3യിലുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ 50 kN ടെൻസൈലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം പാർട്ട് 3യിലെ ലോഡ് എന്ന് വെച്ചാൽ 50 kN ടെൻസൈലാണ്. അപ്പം വലതുവശത്ത് നിന്ന് നമുക്കത് മനസ്സിലായി. ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ 30 kN ഉണ്ട്, അതുപോലെ തന്നെ പി ഉണ്ട്. പിയുടെ വാല്യൂ 20 ആണ്. അപ്പം രണ്ടും പുറത്തേക്കാണ്, രണ്ടും ഇങ്ങോട്ടാണ് പോകുമ്പോൾ 30 + 20 = 50 kN. ലോഡ് ഓൺ പാർട്ട് 3 ഈസ് 50 kN ടെൻസൈൽ. വീണ്ടും പഴയ പ്രൊസീജിയർ തന്നെ. പക്ഷേ ഇവിടെ ഓരോ ഇടങ്ങളിൽ ഓരോ പാർട്ടിലും ഏരിയ അല്ലെങ്കിൽ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ πd² എന്ന് പറയുമ്പോൾ π × 20² / 4 ആണ്. അതുപോലെ ഇവിടെ π × 40² / 4 ആണ്. അതുപോലെ ഇവിടെ π × 30² / 4 ആണ്. ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം സെയിം ആണ്. kN ന്യൂട്ടൺ ആക്കാൻ വേണ്ടി × 10⁻³ ചെയ്യുന്നു, അതൊക്കെല്ലാം ചെയ്യുന്നു. ആൻസറും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇവിടെയും ΔL1 + ΔL2 + ΔL3 നമുക്ക് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ
സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാനൊന്നുമില്ല. നമ്മളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ പറ്റുള്ളൂ. ഇവിടെയും 10⁻3 10⁻3 ഒക്കെ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് യൂഷ്വൽ പ്രൊസീജിയർ തന്നെയാണ്. നമുക്കിവിടെ ആൻസർ ഇവിടെ പ്ലസ് ആണ്, അതായത് ലെങ്ത് കൂടുകയാണ്. 0.1187 മില്ലിമീറ്റേഴ്സ് ആണ് കൂടുന്നത്. അപ്പം പ്രോബ്ലംസ് തൽക്കാലത്തേക്ക് ഞാൻ അതിനെ പറ്റിയുള്ള പ്രോബ്ലംസ് വൈൻഡപ്പ് ചെയ്യാണ്. അത് നമ്മളിനി ലൈവ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ്, അതായത് കുറച്ച് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഓഫ് ബാർ ഓർ റോഡ് അണ്ടർ ഇറ്റ്സ് ഓൺ വെയ്റ്റ്. അപ്പം സ്വന്തം ഭാരം കൊണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ലോഡല്ല, സ്വന്തം ഭാരം കൊണ്ട്, സെൽഫ് വെയ്റ്റ് കാരണം, ഇറ്റ്സ് ഓൺ സെൽഫ് വെയ്റ്റ്. ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ നിങ്ങൾ ആഡ് ചെയ്തോളാം. സെൽഫ് വെയ്റ്റ്, ഇറ്റ്സ് ഓൺ സെൽഫ് വെയ്റ്റ്. എലോങ്ങേഷൻ ഓഫ് ബാർ ഓർ റോഡ്, ഇത് ബാറിനും ബാധകമാണ്. അതായത് ക്രോസ് സെക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ വലിയ പ്രാധാന്യമില്ല. ചിലപ്പം സർക്കുലർ ആയിരിക്കാം, ചിലപ്പം റോഡായിരിക്കാം. നമ്മൾ ഏരിയ എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പം ബാറാകാം, റോഡാകാം, എന്ത് വേണോ ആകാം. അണ്ടർ ഇറ്റ്സ് ഓൺ സെൽഫ് വെയ്റ്റ്. അപ്പം ഇവിടെ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കുക. അതായത് മുകളിലൊരു സീലിങ്ങിൽ നിന്ന് ഹാങ് ചെയ്തേക്കുന്നത്, താഴേക്ക് ഇട്ടേക്കുന്നത്. ഇവിടെ മുകളിൽ മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ, താഴേക്ക് ഫ്രീ ആയിട്ട് ഇങ്ങ് താഴ്ന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരം കാരണം ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഒരു റോഡാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എല്ലുള്ള ഏരിയ എ ഉള്ള ഒരു റോഡാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സിലിണ്ടറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്വന്തം ഭാരം കാരണം ഇതിന് എത്രത്തോളം എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഭാഗം, ഇവിടെയുള്ള മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിനടിയിലോട്ടുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് കാരണം ഇതിങ്ങനെ വലിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ വലിഞ്ഞ് താഴോട്ട് ഇതിൻ്റെ ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈച്ച് ക്രോസ് സെക്ഷൻ ഓഫ് ദ റോഡ് ഓർ ബാർ ഈസ് പുൾഡ് ഡൗൺ ബൈ ദി വെയിറ്റ് ഓഫ് ദി പോർഷൻ ബിലോ ഇറ്റ്. അപ്പം ഇവിടെയുള്ള ഓരോ ഭാഗങ്ങളും, ഓരോ ക്രോസ് സെക്ഷനും, ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്രോസ് സെക്ഷൻസ് കാണാൻ കഴിയും, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. അപ്പം ഓരോ ക്രോസ് സെക്ഷനും അതിന് താഴെയുള്ള മെറ്റീരിയൽ കാരണം താഴേക്ക് വലിക്കപ്പെടുകയാണ്. താഴെയുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് കാരണം. ഓരോ ക്രോസ് സെക്ഷൻ എടുത്താലും, ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും, ഇപ്പോൾ ഈ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇതിൻ്റെ താഴെയുള്ള മെറ്റീരിയൽ ഇതിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ താഴെയുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് കാരണം. അതുപോലെ ഈ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൻ്റെ താഴെയുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് കാരണം അത് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൻ്റെ താഴെയുള്ള മെറ്റീരിയൽ കാരണം വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൻ്റെ താഴെ മെറ്റീരിയൽ ഒന്നും ഇല്ല, അപ്പം അതിന് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് 0 ആണ്. പക്ഷേ ഇവിടെ എടുത്താൽ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഇത്രയും മെറ്റീരിയൽ അതിനെ താഴേക്ക് ഇത്രയും മെറ്റീരിയലിൻ്റെ വെയിറ്റ് അതിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഇത്രയും മെറ്റീരിയലിൻ്റെ വെയിറ്റും അതിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിന് മുകളിലുള്ള ഇതെടുത്താലോ ഇത്രയും മെറ്റീരിയൽ അതിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഫ്രീ എൻഡിൽ നിന്ന് എത്രത്തോളം മെറ്റീരിയൽ അതിൻ്റെ താഴെ ഉണ്ടോ അത്രത്തോളം വെയിറ്റ് കൂടുതലാണ്, അതിൻ്റെ പുള്ള് കൂടുതലാണ്. അതായത് ഓരോ ക്രോസ് സെക്ഷനിലും, ഇത് മുകളിലോട്ട് ഓരോ ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ താഴെയുള്ള മെറ്റീരിയൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മെറ്റീരിയലിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ക്രോസ് സെക്ഷനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണ്, കൂടി വരികയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, പിഒ എയോ ഇഒ ഏതെങ്കിലും പോയിന്റിൽ മാറുന്ന PL/AE എന്നുള്ള ഇക്വേഷനിൽ പി അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഇ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാറുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് വച്ചിട്ട് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ട്, അല്ലെങ്കിൽ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് മാറുന്നതായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോഡാണ്, തൊട്ട് മുകളിൽ ഇവിടെ ഒരു ലോഡാണ്, തൊട്ട് മുകളിൽ ഇവിടെ ഒരു ലോഡ്, അങ്ങനെ ഓരോ പോയിന്റിലും ലോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇതൊരു
സീരീസ് ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബാർസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബാർസ് ഓഫ് ഓരോ ബാറിനും വളരെ മൈന്യൂട്ടായിട്ടുള്ള തിക്നെസ് വെച്ചിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബാർസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റിയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇൻഫിനിറ്റിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സഹായം എടുക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 എന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ L1 2 3 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് 1 2 3 അപ് ടു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സഹായം സ്വീകരിക്കുന്നു. പ്ലസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സഹായം സ്വീകരിക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ അറ്റ് ഈച്ച് ക്രോസ് സെക്ഷൻ ദ ലോഡ് ചേഞ്ചസ്, ഓരോ ക്രോസ് സെക്ഷനും ലോഡ് ചേഞ്ച് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ ക്രോസ് സെക്ഷൻ ഓൺ എനി ക്രോസ് സെക്ഷൻ നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ അസ്യൂം ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഒരു ക്രോസ് സെക്ഷൻ തൽക്കാലത്തേക്ക് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി ഒരു സ്ട്രിപ്പ്, ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മുകളിലേക്ക് മാറിയിട്ട് dx വിഡ്ത്തുള്ള dx ഹൈറ്റുള്ള, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ dx ആണ്, dx ഹൈറ്റുള്ള ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്കുള്ളത് എക്സ് അല്ലേ, എക്സ് ലെങ്ത് ആണുള്ളത്. അപ്പം Px എന്നാണ് നമ്മൾ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്യുന്നത്. ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന സെൽഫ് വെയിറ്റ്, ഇതിൻ്റെ താഴെയുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് കാരണം ഇതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ Px ആണ് നമ്മൾ എടുക്കുന്നു. അപ്പം ഓൺ എനി ക്രോസ് സെക്ഷൻ ദ ലോഡ് Px ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഫ്രീ എൻഡ് എക്സ്. അപ്പം Px എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സ് കൂടുതലാണെങ്കിൽ Pxും കൂടും, എക്സ് കുറവാണെങ്കിൽ Px കുറയും, എക്സ് 0 ആണെങ്കിൽ Px 0 ആയിരിക്കും. അങ്ങനെ ആ ഒരു രീതിക്ക് വേണം. Px എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് ഈസ് എ വേരിയബിൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് Px എന്ന് പറഞ്ഞാൽ. Px എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ലെറ്റ് സ്മോൾ w ബി ദ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതായത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. വെയിറ്റ് പെർ യൂണിറ്റ് പോലെ ഡെൻസിറ്റി നമ്മൾ റോ ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഡെൻസിറ്റി അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് റോ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെൻസിറ്റി എടുക്കാറുണ്ട്. ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് കിലോഗ്രാം പെർ മില്ലിമീറ്റർ ക്യൂബ് ആണെങ്കിൽ കിലോഗ്രാം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അത് ന്യൂട്ടനായി മാറി. അപ്പം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ക്യൂബാണ് W എന്ന് പറഞ്ഞാൽ. W എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ക്യൂബാണ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പം മാസ് ഡെൻസിറ്റിയാണ് റോ. മാസ് ഡെൻസിറ്റി ഇൻറ്റു G ആണ് വെയിറ്റ് ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. മാസ് ഡെൻസിറ്റി കിലോഗ്രാം പെർ മില്ലിമീറ്റർ ക്യൂബ് ആണെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ക്യൂബാണ്. മില്ലിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്, അത് വോളിയത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് എടുക്കാം. വോളിയം അല്ല ഇവിടെ പ്രധാനം, ഇവിടെ കിലോഗ്രാം ആണോ ന്യൂട്ടൺ ആണോ എന്നുള്ളതാണ്. സാധാരണ ഡെൻസിറ്റി കിലോഗ്രാം പെർ വോളിയം ആണെങ്കിൽ ഇവിടെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് പെർ വോളിയമാണ്, അതായത് ന്യൂട്ടൺ പെർ വോളിയമാണ് വരുന്നത്. വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം വരേണ്ടി വരും. വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് വെയിറ്റ് കിട്ടണം. ടോട്ടൽ വെയിറ്റ് ബൈ വോളിയമാണ് വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ബൈ വോളിയം, വെയിറ്റ് ബൈ വോളിയം, ഇതാണ് വെയിറ്റ് ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. W വെയിറ്റ് ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ബൈ വോളിയമാണ്. അപ്പം വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടണം. വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് വെയിറ്റ് കിട്ടണം. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ എ തിൻ സ്ട്രിപ്പ് ഓഫ് വിഡ്ത്ത് dx. അതിൻ്റെ ഹൈറ്റിനാണ് dx വിഡ്ത്തുള്ള ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി dx ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. ലോഡ് ഓൺ ദ സ്ട്രിപ്പ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ബിലോ ഇറ്റ്. ആ സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ബിലോ ഇറ്റ്. വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ എന്താണ്?
വെയ്റ്റ് ഡെൻസിറ്റി നമുക്കറിയാം, വെയ്റ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി മെറ്റീരിയൽ ബിലോ ദി സ്ട്രിപ്പ്. വെയ്റ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി മെറ്റീരിയൽ ബിലോ ദി സ്ട്രിപ്പ്. അതായത് ഇവിടെയുള്ള ഞാനിപ്പോൾ ഷെയ്ഡ് ഈ ഒരു റീജിയൻ്റെ വെയിറ്റ് എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് വെയ്റ്റ് ഡെൻസിറ്റി എനിക്ക് W ആണെന്ന് അറിയാം. വെയ്റ്റ് ഡെൻസിറ്റി എനിക്ക് W ആണെന്ന് അറിയാം. വെയ്റ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യണം, എന്നാലേ എനിക്ക് വെയിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വോളിയം എത്രയാണ്? വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ഏരിയ. ഇതിൻ്റെ ഏരിയ A ആണെന്ന് എനിക്കറിയാം, ലെങ്ത് X ആണെന്ന് എനിക്കറിയാം. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ X ഇൻറ്റു A ആണ്. X ഇൻറ്റു A ആണ് വോളിയം. വെയിറ്റ് കണ്ടുപിടിക്കാൻ ആ വോളിയം ഇൻറ്റു വെയ്റ്റ് ഡെൻസിറ്റി ചെയ്യാം. അപ്പം W ഇൻറ്റു വോളിയം ഓഫ് ദി മെറ്റീരിയൽ ബിലോ ദ സ്ട്രിപ്പ്, അതായത് W ഇൻറ്റു X ഇൻറ്റു A, ഇതാണ് വോളിയം X ഇൻറ്റു A. അപ്പം PX ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഓൺ ദി സ്ട്രിപ്പ് PX എന്ന് പറഞ്ഞാൽ W ഇൻറ്റു X ഇൻറ്റു A. ഇനി എലോങ്ങേഷൻ ഓഫ് ദ തിൻ സ്ട്രിപ്പ്, ആ തിൻ സ്ട്രിപ്പ് ചെറിയ സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷൻ ഡെൽറ്റ എൽ എക്സ് ഈക്വൾ ടു നമ്മൾ സാധാരണഗതിയിൽ PL/AE എന്ന് എടുക്കാറാണ് പതിവ്. PL/AE എന്നാണ് എടുക്കുന്നത്. PL/AE. അപ്പോൾ നമ്മളിവിടെ PL/AE, ഇവിടെ പക്ഷേ പിക്ക് പകരം P മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് PX ആണ് നമ്മൾ എടുക്കുന്നത്. PX. L എന്ന് പറഞ്ഞാൽ അവിടെ DX, ആ ചെറിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ DX ആണ്, ചെറിയ സ്ട്രിപ്പിൻ്റെ ലെങ്ത് DX ആണ്. അപ്പോൾ PX ഇൻറ്റു DX. എയും ഇക്കും മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് അത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് തന്നെയാണ്. എയും ഇയുമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു. എ മാറുമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഏരിയയും മാറിക്കൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അതിനെ AX എന്നും ഇയും മാറിക്കൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അതിനെ EX എന്നും എടുക്കേണ്ടി വരുമായിരുന്നു. ഈ X എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. P സബ്സ്ക്രിപ്റ്റ് X, A സബ്സ്ക്രിപ്റ്റ് X, E സബ്സ്ക്രിപ്റ്റ് X ആണ്. പക്ഷേ ഇവിടെ എയും ഇയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എയും ഇയുമായിട്ട് തന്നെ എടുക്കാം നമുക്ക്. PXന് പകരമായിട്ട് നമ്മൾ WX ഇൻറ്റു A DX/A, WX A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ മാറ്റാതിരിക്കുന്നത്, കാരണം നമ്മളതിവിടെ ബാധകമാകുന്നില്ല. നമുക്ക് വീണ്ടും അവസാനം അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? WX DX/E എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ. അപ്പം ചെറിയ ആ സ്ട്രിപ്പ് എത്രത്തോളം ഇലോങ്ങേറ്റ് ആവുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ടോട്ടൽ ഈ ബാറിൻ്റെ എലോങ്ങേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ചെറിയൊരു സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷനെ നമ്മൾ മൊത്തം ബാറിലേക്കായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദി ഇലോങ്ങേഷൻ ഓഫ് ദി തിൻ സ്ട്രിപ്പ് വെൻ ഇൻ്റഗ്രേറ്റഡ് എലോങ് ദി എൻറ്റയർ ലെങ്ത്. അപ്പം തിൻ സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷൻ നമുക്ക് കിട്ടി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതിനെ എൻറ്റയർ ലെങ്ത്തുമായിട്ട് എൻറ്റയർ ലെങ്ത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ലെങ്ത് ഓഫ് ദി ബാർ ഗീവ്സ് അസ് ദി ടോട്ടൽ ഇലോങ്ങേഷൻ. അപ്പോൾ ആ ചെറിയ സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷൻ എൻറ്റയർ ലെങ്ത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ കിട്ടുന്നു. അപ്പം ഡെൽറ്റ എൽ ടോട്ടൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം ലിമിറ്റ് x ഈക്വൽ ടു 0 to x to L ഡെൽറ്റ എൽ എക്സ്. അപ്പം 0 to L WX DX/E. ഇതിൽ W എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഡെൻസിറ്റി, അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്, അത് മാറ്റമൊന്നുമില്ല എന്നോട് പറഞ്ഞാണ് എടുക്കുന്നത്. ഇക്കും മാറ്റമില്ല, അപ്പോൾ അത് രണ്ടും പുറത്തെടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ X dx എന്ന് വരും. ഇൻ്റഗ്രൽ X dx എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം x²/2 ലിമിറ്റ് 0 to L. അപ്പോൾ എന്ത് വരുന്നു? WL²/2E എന്ന് വരുന്നു. WL²/2E. ഇനി നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏരിയ A കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കട്ട് ചെയ്ത് കളയണ്ടായിരുന്നു എന്നും പറഞ്ഞത്. നമ്മൾ കട്ട് ചെയ്ത് കളയാതെ ഇരുന്നെങ്കിൽ ഇപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഓൾറെഡി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അപ്പം നമ്മൾ വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. WL² ഇൻറ്റു A ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മൾ ഈ L² എന്നുള്ളത് L ഇൻറ്റു L ആയിട്ട് എടുക്കുന്നു. നമ്മൾ WAL ഇൻറ്റു L/2AE എന്നാവും. ഇനി W ഇൻറ്റു AL എന്ന് പറഞ്ഞാൽ എന്താണ്? AL എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ടോട്ടൽ ലെങ്ത്, അതായത് ടോട്ടൽ വോളിയമാണത്. AL എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയമാണ്. ഇപ്പം W ഇൻറ്റു AL എന്ന് പറഞ്ഞാൽ W ഇൻറ്റു ടോട്ടൽ വോളിയമാണ്. വെയ്റ്റ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ വോളിയം ടോട്ടൽ വെയ്റ്റ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ W ആയിട്ട് എടുക്കുന്നു.
അപ്പം W ഇൻറ്റു ടോട്ടൽ വോളിയത്തിനെ നമ്മൾ ക്യാപിറ്റൽ W ആയിട്ട് എടുക്കുന്നു, ടോട്ടൽ വെയിറ്റ് ആയിട്ട് എടുക്കുന്നു. സെൽഫ് വെയിറ്റ് കാരണമുള്ള എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ WALന് പകരം നമ്മൾ ക്യാപിറ്റൽ W ഇടുമ്പോൾ W ഇൻറ്റു L ബൈ 2AE എന്ന് നമുക്ക് കിട്ടുന്നു. W ഇൻറ്റു L ബൈ 2AE എന്ന് കിട്ടുന്നു. WL ബൈ 2AE നമുക്ക് നേരത്തെ ഡെൽറ്റ എൽ ഈക്വൽ ടു PL ബൈ AE എന്ന് നമുക്ക് അറിയാമായിരുന്നു. PL ബൈ AE എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇക്വേഷൻ തന്നെയാണിത്. PL ബൈ AE എന്ന് നമുക്കറിയാമായിരുന്നു. ഇവിടെ നമുക്ക് WL ബൈ 2AE, പിക്ക് പകരം W വെയിറ്റ് എത്രയാണോ അത് വരും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു 2ഉം കൂടെ വരും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മറ്റൊരു തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു റോഡുണ്ട്, അതിന് നമുക്ക് W അല്ലെങ്കിൽ വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ഇതിൻ്റെ എലോങ്ങേഷൻ എത്രയായിരിക്കും? ഡെൽറ്റ എൽ വിൽ ബി ഈക്വൽ ടു PL ബൈ എയ്ക്ക് പകരം ഇവിടെ W ആണ് കൊടുക്കുന്നത്. വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റിൻ്റെ തുല്യമായിട്ടുള്ളൊരു ഫോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം PL ബൈ എയ്ക്ക് പകരമായിട്ട് WL ബൈ AE എന്ന് വരും. ഇതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ പകുതിയാണ് WL ബൈ 2E, ഹാഫ് 1/2 ഇൻറ്റു WL ബൈ AE. ഇതിൻ്റെ പകുതി ഇവിടെ കിട്ടിയത് എന്താണോ അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ സെൽഫ് വെയിറ്റ് കാരണം ഉള്ള എലോങ്ങേഷൻ എന്താണെന്ന് വെച്ചാൽ എലോങ്ങേഷൻ ഡ്യൂ ടു എ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ്. വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്താൽ, വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്താൽ, ഇവിടെ കാണിച്ചിരിക്കുന്നത് വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്താൽ എത്രമാത്രം ഇലോങ്ങേറ്റ് ചെയ്യുമോ അതിൻ്റെ പകുതിയാണ് സെൽഫ് വെയിറ്റ് കാരണമുള്ള ഇലോങ്ങേഷൻ. വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്താൽ എത്രമാത്രം ഇലോങ്ങേറ്റ് ചെയ്യുമോ അതിൻ്റെ പകുതിയാണ് വെയിറ്റ് കാരണം ഉള്ള ഇലോങ്ങേഷൻ. ഇത് വെയിറ്റ് കാരണമുള്ള ഇലോങ്ങേഷൻ അല്ല, വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉള്ള ഇലോങ്ങേഷനാണ്. അതിൻ്റെ പകുതിയായിരിക്കും വെയിറ്റ് കാരണമുള്ള ഇലോങ്ങേഷൻ. അപ്പം ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ പ്രൂവ് ദാറ്റ് ദ എലോങ്ങേഷൻ ഡ്യൂ ടു സെൽഫ് വെയിറ്റ് ഈസ് half of the elongation due to force equivalent to weight. Prove that elongation due to self weight is equal to half of the elongation due to a force equivalent to weight എന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.